വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. അപ്പം ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 4:30-5 മണി സമയമാണ് കേട്ടോ. 5 മണിയല്ല, 4-4:30 സമയമാണ്. കുറേ ബിസി ആയിട്ടൊക്കെ ഓടി നടന്നിട്ട് ഒരു ദിവസം ഫ്രീ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എൻജോയ് ചെയ്യണം. അങ്ങനെ ഒരു 1 ഡേ ടൂറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാനും ധന്യയും കണ്ണണ്ണനും ഒക്കെ ചേർന്നിട്ട് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണം, കുറച്ച് മൈൻഡ് റിലാക്സ് ചെയ്യണം, കുറച്ച് എന്താ പറയുക, കുറച്ച് എനർജിയൊക്കെ കയറ്റണം എന്നൊക്കെ പറയും പോലെ. വസൂട്ടിൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ടാണ് വസൂട്ടിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞത്. രാവിലെ എണീക്കണം, നമ്മൾ രാവിലെ പോകുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വണ്ടി വരുമെന്ന് പറഞ്ഞ് 5 മണിയാകുമ്പോൾ വണ്ടി വരുമെന്നാണ് എൻ്റെ അടുത്ത് തന്നെ കള്ളം പറ്റിച്ചത് കേട്ടോ. പക്ഷേ 6 മണിയായി വണ്ടി വന്നപ്പോഴത്തേക്കും. അങ്ങനെ രാവിലെ എണീറ്റു. തലേ ദിവസം സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലാനൊക്കെ ചീറ്റിപ്പോയതാണ് ഇത്. സത്യത്തിൽ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നത്, ആരോടും പറയണ്ട, ഇപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് നമുക്കിന്ന് ടൂർ പോകാം എന്നിങ്ങനെ പറയുക, അങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെയാണ് മൈൻഡിലുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ നൈസായിട്ട് അങ്ങ് ചീറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫുഡ് കൊണ്ടുപോകാനാണ് മൈൻഡിൽ വെച്ചിരിക്കുന്നത്. ഫുഡ് കൊണ്ടുപോയി കഴിക്കാം, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം 1 ഡേ ടൂറല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം ഒരു ക്യാനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കയ്യും കാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കയ്യും വായും ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം വെള്ളം എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൽ ക്യാനിൽ വെള്ളം നിറച്ചിട്ട് അത് കുറച്ച് ബെറ്റർ ആയിരുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളം നമുക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് വൈകുന്നേരം വരെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത്രത്തോളം നമ്മൾ ഭയങ്കര പ്രിപ്പയർഡൊന്നും അല്ലായിരുന്നു കേട്ടോ. കാരണം കംപ്ലീറ്റ് പ്രിപ്പയർഡായിട്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല. ആ ഒരു 1 ഡേ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്തതന്നേ ഉള്ളൂ. അങ്ങനെ ക്യാനിലൊക്കെ നിറച്ച്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഇതിന് അടപ്പ് മൂടിയില്ലല്ലോ, പിന്നെ ഇത് വെള്ളം വെളിയിൽ കളയൂലേ എന്നൊക്കെ ടെൻഷനായിപ്പോയി. പിന്നെ കുറേ കവറൊക്കെ വെച്ച് അങ്ങ് കെട്ടി ഇറുക്കി അങ്ങ് വെച്ച്. ഒരനക്കവും ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ വസൂട്ടിനെ രാവിലെ ഉറക്കം എണീപ്പിച്ചിട്ട് പല്ല് തേപ്പിച്ച് റെഡിയാക്കി എടുക്കുക കുറച്ചൊന്ന് ഡിലേ വരും. അതുകൊണ്ടാണ് വസൂട്ടിൻ്റെ അടുത്ത് പറഞ്ഞത് ടൂറിന് പോവുകയാണ്, രാവിലെ കിടന്ന് ബഹളമൊന്നും വയ്ക്കാതെ രാവിലെ എണീക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ടാസ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞത് അങ്ങനെ എടുക്കാനുള്ള സാധനങ്ങൾ, അതായത് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കയ്യെത്താ ദൂരത്ത് തന്നെ വെച്ചു. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടായിരിക്കും പോണത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, എവിടേക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം സെറ്റീരെ മണ്ടയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും. അത് കണ്ടിട്ടെങ്കിലും ഞാൻ എടുത്തുകൊണ്ട് പോട്ടെന്ന്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മറവിയാണ്. ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ടങ്ങ് പോകും, പിന്നെ തിരിച്ച് വരും, ആകെ സീനാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, സെറ്റീരെ സൈഡിലായിട്ട് വെച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് എന്തായാലും ഞാൻ അത് ഓർത്തിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ വസുവിനെ കുളിപ്പിക്കുന്നില്ല, അല്ലാതെ തന്നെ മേല് കഴുകിയിട്ട് നമ്മൾ ചായയും കുടിച്ചിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചായ കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് കരുതി. ഒരു ദിവസം തുടങ്ങണതേ എനിക്ക് ചായയിൽ നിന്നാണ്. അത് ആർക്കും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാനിപ്പോൾ പറയാറുണ്ട്. ഇപ്പോഴല്ല, കുറേ വർഷം കൊണ്ടേ ഞാൻ പറയുന്ന കാര്യമാണ് എനിക്ക് ചായ 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 എന്ന്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. നേരം പരപ്പരാന്ന് വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളൊരു 5 മണിയെന്നാണ് എന്നോട് തന്നെ പറഞ്ഞത്. പക്ഷേ വണ്ടി വന്നപ്പോൾ 6 മണിയായിട്ടോ. 5 മണിയായപ്പോഴും നമ്മൾ ഏകദേശമൊക്കെ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവളെ ചീത്തയും പറയുന്നുണ്ടായിരുന്നു, നീ ഇതിനാണാടി എൻ്റെ അടുത്ത് 5 മണി എന്ന് പറഞ്ഞത്. അപ്പോൾ അതല്ലെങ്കിലും 5 മണി എന്നുള്ളത്, ഇപ്പം 5 മണിക്കാണ് പോകാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മണിക്കെന്ന് പറയണം കേട്ടോ, എന്നാലേ റെഡിയായി വരത്തുള്ളൂ. പിന്നെ നമ്മൾ പക്കായിരുന്നു കേട്ടോ, കറക്റ്റ് ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ ധന്യയുടെ ഫാമിലിയും ഉണ്ട്, എൻ്റെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യാകുമാരിയിലാണ് പോകുന്നത്. കന്യാകുമാരി വരെയുള്ള യാത്രയാണ് കേട്ടോ. ഒരു 1 ഡേ എൻജോയ് ചെയ്തുള്ളൊരു ട്രിപ്പാണ്. പ്ലാൻ ചെയ്ത് ഈ ട്രിപ്പ് നടക്കുമെന്ന് വരെ എനിക്ക് സംശയമായിരുന്നേ. കാരണം ആദ്യം അവർ കാറിൽ പോകും എന്നായിരുന്നു. പിന്നീടാണ് നമ്മളെല്ലാവരും കൂടി ഒരു എന്താ പറയുക, ഒരു ട്രാവലർ പിടിച്ച് പോവാം എന്നൊരു രീതിയിലോട്ടൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും ഇത് നടക്കുമോ എന്ന് വരെ നമുക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ നടന്ന് കിട്ടി കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല.
ശരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് വരെയും ഉള്ള കാര്യം ഞാൻ പറയാം. ഓവറായിട്ട് പ്ലാൻ ചെയ്ത ഒരു കുന്തോ നടക്കത്തില്ല കേട്ടോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വല്ലതുമൊക്കെ നടക്കും. ഇവിടെ നിന്ന് ധന്യയുടെ അമ്മയും സഹോദരനും വൈഫും ഒക്കെ ഉണ്ട് കേട്ടോ, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അടിച്ചുപൊളി ഒരു യാത്ര തുടങ്ങിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ടൂറിസ്റ്റ് ബസ് അല്ല, നമ്മൾ ഈ KSRTC ബസ്സിൽ യാത്ര നോക്കിയായിരുന്നേ. അതെങ്ങനെയാണ് അഫോർഡബിൾ, അതൊക്കെ അഫോർഡബിൾ ആയിരുന്നു. അപ്പം ഇതുവരെയും നമ്മൾ അങ്ങനെ ഒരു യാത്ര പോയിട്ടില്ല. അപ്പം നമ്മൾ ഡേറ്റിനനുസരിച്ചുള്ള ഇതൊക്കെ നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. KSRTC ബസ്സിൽ സാറ്റർഡേ സൺഡേക്കാണ് ട്രിപ്പ് ഉള്ളത്. അപ്പോഴൊക്കെ നമുക്ക് വർക്കുള്ള സമയമാണ്. പിന്നെ വണ്ടിക്കകത്ത് കയറി നമ്മളെ സ്വഭാവങ്ങളങ്ങ് എടുത്തു തുടങ്ങി കേട്ടോ. കാരണം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ പോകുന്നത്, അല്ലേ? ഞാനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രിപ്പ് പോണത്. അതപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കണം. എനിക്കെപ്പോഴും ഈ ഒരു ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ എൻജോയ് ചെയ്തു, ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന്, പിള്ളേർ മീൻസ് ഞാൻ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്നെ ചീത്ത പറയും, അങ്ങനെയല്ല, നമ്മളും പിള്ളേരുടെ സൈഡിലും കൂടും മുതിർന്നവരുടെ സൈഡിലും കൂടും. ആകെ ഒരു മയമാണ് കേട്ടോ. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആ ട്രിപ്പ് ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഫസ്റ്റ് ഇറങ്ങി 2-3 സ്റ്റെപ്പൊക്കെ വെച്ചപ്പോൾ എല്ലായിടത്തിനും പിടിച്ച് വലിച്ച് ഇളക്കിയിട്ട് കളിക്കടി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ബഹളം തുടങ്ങി കേട്ടോ. പക്ഷേ കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു. ഡാൻസൊക്കെ കളിച്ച് എൻ്റെ ട്രിപ്പിന് പോകണം. പിന്നെ വണ്ടി കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണം, ചായ കിട്ടാതെ ഞാൻ അനങ്ങത്തില്ല, ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡാൻസൊക്കെ കളിച്ചത് കേട്ടോ. അപ്പോൾ ഉള്ള എനർജിയൊക്കെ തീർന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ അവിടെ ഇരിപ്പായി. എനിക്ക് ചായ കിട്ടണം, ചായ കിട്ടിയാലേ രക്ഷയുള്ളൂ. പിന്നെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചു. 2 കടിയൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ വണ്ടി കയറിയത്. കാരണം അടുത്ത ഒരു എനർജി വേണമല്ലോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴക്കൂട്ടത്താണ് ഇറങ്ങിയത്. കഴക്കൂട്ടത്ത് ഇറങ്ങി ചായ വാങ്ങിച്ച് കുടിച്ച് നമ്മൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പിന്നെ യാത്ര തുടങ്ങി. നമ്മൾ ആദ്യം പോകുന്നത് തൃപ്പരപ്പാണ്. അല്ല, തൃപ്പരപ്പിനിടയിൽ നമുക്ക് ആഴിമല ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ടാണ് പോയത്. ഇവർ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല അമ്പലത്തിൽ പോകണമെന്ന്. ഞാൻ പിന്നെ രാവിലെ കുളിക്കാനും നിന്നില്ല. കുളിച്ച് കഴിഞ്ഞാൽ നനഞ്ഞ കോഴി, അല്ലെങ്കിൽ നനഞ്ഞ കോഴിയെ കണക്കിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ പശു നക്കിയത് കണക്കിരിക്കും കേട്ടോ എൻ്റെ തലമുടി. ഞാൻ ഡ്രയറൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു കുളിക്കണ്ട എന്ന് വിചാരിച്ച് മേലെ മാത്രം കഴുകിയിട്ട് ഇറങ്ങി ഞാനായിരുന്നു കേട്ടോ. അപ്പോഴാണ് ധന്യ പറയുന്നത്, എടി നമുക്ക് പോകും വഴി ആഴിമല ക്ഷേത്രത്തിലൂടെ കയറിയിട്ട് പോവാം, ഒരു യാത്ര തുടങ്ങുന്നതിൽ ദൈവത്തിനെ വന്നിച്ച് വണങ്ങിയിട്ട് പോവാന്ന്. അയ്യോ, എനിക്ക് കയറാൻ പറ്റിയില്ല, ഞാൻ കുളിച്ചില്ലല്ലോ. പിന്നെ ഞാൻ പിള്ളേരെയും കൊണ്ട് താഴെ ബീച്ചിലോട്ട് പോയി കേട്ടോ. ആഴിമല ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണോ പറഞ്ഞത്, അതോ 2ാമത്തെ പ്രാവശ്യമാണോ? അയ്യോ എൻ്റെ അവനെ, എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ വന്നിട്ടുണ്ട് ഒരിക്കൽ ഏട്ടനും അമ്മയും കുഞ്ഞും ഞാനുമായിട്ടൊക്കെയാണ് വന്നത്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെ വന്നു. ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുകയാണ്. എന്തോ വലിയ ഒരു എന്താ പറയുക ഐഡിയയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെ അവരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അപ്പോൾ അധികം നമുക്ക് അങ്ങനെ നിൽക്കാനൊന്നും പറ്റിയിരുന്നില്ല. ബസ് കൂട്ടിനടുത്ത് ഞാൻ പറഞ്ഞു, എടാ സാധാ ചെരുപ്പിട്ടുകൊണ്ട് വാടാ, കടലിലൊക്കെ ഇറങ്ങാനുള്ളതാണെന്ന്. എൻ്റെ മോൻ കേട്ടില്ല. ഷൂ എടുത്തിട്ടിട്ട് ആ വെള്ളത്തിലിറങ്ങി, കടൽ വെള്ളത്തിലിറങ്ങി. കാലത്രയും ചെളിയല്ല മണ്ണും വെള്ളവുമായിരുന്നു കേട്ടോ. എൻ്റെയും പാൻറ്റ് അത്രയും നനഞ്ഞ്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിരുന്നു. അതൊക്കെ എടുത്തിട്ട് നേരെ വണ്ടിയിൽ കയറി. ഇനി അടുത്തത് തൃപ്പരപ്പാണ്. ഇതിനിടയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് അടുത്ത ടാസ്ക്. മെയിനായിട്ടുള്ള കാര്യം തണലുണ്ടാവണം. പിള്ളേരെയും കൊണ്ടാണ് കഴിക്കാൻ പോയി ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് സേഫ്റ്റി നോക്കിയിട്ട് വേണം വണ്ടി നിർത്താൻ വേണ്ടി. 1-2 സ്ഥലം നമ്മൾ നോക്കി, പക്ഷേ ശരിയായില്ല. പിന്നെയും നമ്മൾ വണ്ടി വിട്ടു. ഏതാണ്ട് നമുക്ക് പറ്റിയ ഒരു സ്ഥലം ആയപ്പോഴാണ് വണ്ടി നിർത്തിയത് കേട്ടോ. കാരണം പിള്ളേരെയും കൊണ്ട് പോകുന്നതാണ്. നമ്മൾ ഹോട്ടലിനകത്ത് കയറി ഇരുന്ന് വിശാലമായിട്ട് കഴിക്കാൻ നോക്കുന്നതല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിരിക്കണം. അങ്ങനെ വണ്ടി ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കി നിർത്തി കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ. നമ്മളുണ്ടാക്കി. ഉച്ചക്കലത്തെ ഫുഡ് ധന്യ ഫാമിലി ഉണ്ടാക്കി. അങ്ങനെയായിരുന്നേ. കാപ്പി ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. മിക്കപ്പോഴും ഈ ടൂറിനൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴും യാത്ര പോകുമ്പോഴും കാപ്പി ഇഡ്ഡലി സാമ്പാറും എടുക്കണതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതല്ല ഇവിടെ ഈ പണി നടക്കണമെന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വോയിസ് കേൾക്കുന്നത്. ഒരു എന്തോ ഗ്രില്ല് ചെയ്യണതിൻ്റെ സൗണ്ട് താഴെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരത്തില്ല. നേരെ മറിച്ച് അപ്പം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സമയം വേസ്റ്റായി പോകും. പോരാത്തന്നെ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ വയറ്
പെട്ടെന്ന് ദഹിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരും അങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അപ്പം ഉണ്ടാക്കാൻ നിൽക്കാറില്ല. പക്ഷേ അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിശക്കും. ഒരു 2 അപ്പം 3 അപ്പമൊക്കെ കഴിച്ചാൽ ഒരു 11-12 മണിയാകുമ്പോൾ നല്ല വിശപ്പ് വരും. അതുകൊണ്ട് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പം ആണ്ട് ഇതേപോലത്തെ ഇഡ്ഡലി സാമ്പാറൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ പക്ഷേ നമുക്ക് ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. അത് കാരണം ഫുഡ് നമ്മൾ കൊണ്ടുപോയത് കൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഹോട്ടലിൽ കയറി കൈ കഴുകിയിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസയാവും. പിന്നെ ഒരു ഓപ്ഷനും കൂടെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, നമുക്ക് വേവിക്കാതെ. പക്ഷേ ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ടൈം ഒരുപാട് എടുക്കും. നമ്മുടെ ട്രിപ്പിൻ്റെ ആ ഒരു ടൈമാണ് ആ കട്ടായി പോണത്. പക്ഷേ അത് നല്ലൊരു വൈബാണ്. അത് പറഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അത് നല്ലൊരു വൈബാണ് കേട്ടോ. നമ്മൾ അവിടെ വെച്ചൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അത് നല്ലൊരു രസമാണ്. നമ്മൾ ഇതേപോലെ ട്രിപ്പുകളൊന്നും മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മുൻപൊന്നും പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ടൈം അല്ലെങ്കിൽ എന്താണ് വേവിക്കുന്നതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മാർഗം തിരഞ്ഞെടുക്കാതിരുന്നത് കേട്ടോ. ഒരു 4-5 പേരൊക്കെ ആയിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, കാറിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പാചകം ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ സെറ്റായിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കൈയൊക്കെ കഴുകി അവിടെയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പോയത്. നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട്, അതായത് പേപ്പർ ഇട്ടാണ് ഇരുന്നത് കേട്ടോ. അവസാനം ആ പേപ്പർ തന്നെ നമ്മൾ നന്നായിട്ട് മടക്കി അത് ഉച്ചക്കലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. അത്രയും നമ്മൾ പരിസരമൊന്നും മലിനമാക്കാതെ തന്നെയാണ് നമ്മൾ ആ ഒരു സംഭവമൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ റീചാർജബിൾ ആയല്ലോ. അപ്പോൾ പിന്നെ അടുത്ത ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് തുടങ്ങി. എല്ലാവരും കൂടെ എൻ്റെ വസൂട്ടനൊക്കെ ഞാൻ ഡാൻസ് കളിച്ചപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവനും കൂടെ ഡാൻസ് കളിപ്പോൾ ആകെ ഒരു മേളമായിരുന്നു. ഒരുപാട് നാളായി ഇങ്ങനെ, എനിക്കൊന്നും കഴിഞ്ഞതിൻ്റെ അങ്ങേ ക്രിസ്മസിനാണ് നമ്മൾ ഇതേപോലെ ഒരു ട്രിപ്പ് പോയത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു വലിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അതും 1 ഡേ ടൂറായിരുന്നു വാഗമണ്ണിലാണ് അന്ന് പോയത്. പിന്നെ ഞാനായാലും തന്നെയായാലും കണ്ണണ്ണനാണെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പുറത്ത് പോകാറുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി വരെ പോയിട്ടുണ്ട്. തൃശ്ശൂർ പോയിട്ടില്ല, ഇടുക്കി വരെയും പോയിട്ടുണ്ട്. ഈ പറയുന്ന കന്യാകുമാരിയിലും നമ്മൾ വർക്കിന് പോയിട്ടുള്ളതാണ്. അപ്പോൾ കന്യാകുമാരി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം കന്യാകുമാരി അല്ലേ, നമ്മളൊക്കെ പോയിട്ടുള്ള സ്ഥലങ്ങളല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ കുട്ടികൾ പോയിട്ടില്ലല്ലോ. പിന്നെ അത് ഏത് സ്ഥലം എന്നുള്ളതിനേക്കാളും ആരുടെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു എന്നുള്ളതിലാണ് വേറൊരു കാര്യം. ഇപ്പോൾ ഈ കന്യാകുമാരിയിൽ 10 പ്രാവശ്യം വന്നാലും 10 പ്രാവശ്യവും നിങ്ങൾ എൻജോയ് ചെയ്യാതെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബോറിംഗ് ആണ്. ഈ 10 പ്രാവശ്യവും എൻജോയ് ചെയ്തിട്ട് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഈ 10 പ്രാവശ്യത്തിൽ 1 പ്രാവശ്യം എൻജോയ് ചെയ്തവരാണെങ്കിൽ ആ ഒരു ട്രിപ്പാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രിപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുക. അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ മുമ്പേ പോയിട്ടുണ്ട് എങ്കിലും നമ്മളതങ്ങ് ബോധേഡാവാത്തത്. കുട്ടികൾ പോയിട്ടില്ലല്ലോ, വസൂട്ടനൊക്കെ ആദ്യമായിട്ടാണ് കന്യാകുമാരിയിലോട്ട് പോകുന്നത്. അങ്ങനെ മൈൻഡിൽ വെച്ചിരുന്ന് നമ്മൾ പോയത്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു തൃപ്പരപ്പ്, ആഴിമല ക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലാണ്. ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ നമ്മളിങ്ങനെ കന്യാകുമാരിയിലെ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയും നമുക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഗേറ്റ് വരെ അന്ന് വരാൻ പറ്റുള്ളൂ. കാരണം വൈകുന്നേരം 5 മണി സമയമായി. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് ആൾക്കാരെ കയറ്റി വിടത്തില്ല. അതുകൊണ്ട് ഈ ഗേറ്റ് വരെ നിന്ന് എത്തി നോക്കിയിട്ട് നമ്മൾ തിരിച്ചങ്ങ് പോയായിരുന്നേ. ഇനി അടുത്ത ടൈം വരുമ്പോഴത്തേക്കും നമുക്ക് കയറാം എന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ കെട്ടിയിട്ടേക്കുന്ന വെള്ളമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊരു പൂളോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒഴുക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സേഫ്റ്റി ആയിട്ട് നിന്ന് തന്നെ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കാണെങ്കിലും മറ്റത് ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പൂളിലൊക്കെ മലിനമായിട്ടുള്ള ജലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്തിഷ്ക ജ്വരം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കുള്ള വെള്ളമാണ്. പാറക്കെട്ടിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ പാറക്കെട്ടിൽ കൂടെ വരുന്ന വെള്ളമാണ്. കുഴപ്പമൊന്നും ഉള്ള കാര്യമല്ല. ആ വെള്ളം നമ്മളെ മുഖത്ത് വീഴുമ്പോഴും അല്ലെങ്കിൽ പുറത്ത് വീഴുമ്പോഴും ഒക്കെ നമുക്ക് ആ പാറയിൽ കൂടെ ആ വെള്ളം വരുമ്പോഴേ പുറത്തൊക്കെ വീഴുമ്പോഴും നമ്മളെ മുഖത്തൊക്കെ വീഴുമ്പോഴത്തേക്കും അതിൻ്റെ മണം കിട്ടും. പാറക്കെട്ടിൻ്റെയൊക്കെ ഒരു മണം കിട്ടുമേ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഒരു സ്ഥലമായിട്ടാണ് എനിക്കിത് തോന്നിയത്. പിന്നെ കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിള്ളേർക്ക് എപ്പോഴും ഇതേപോലെ അഡ്വഞ്ചർ ട്രിപ്പുകൾ അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്നുള്ള മറിച്ചിൽ ഇതൊക്കെയാണ് അവർക്കിഷ്ടം. അല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവർക്കൊരു ബോറിംഗ് ആവും.
അപ്പോൾ ആ ഒരു ദിവസം നല്ല കളർഫുള്ളായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും 1-2 സ്ഥലങ്ങളോടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ആ വെള്ളത്തിൽ കിടന്ന് മറിച്ചിലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ കയറി. ഇത്തിരി വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ചായയൊക്കെ കുടിച്ചു, കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ കയറിയത്. പിന്നെ പത്മനാഭപുരം പാലസിലോട്ടാണ് പോയത്. അവിടെ കുറച്ച് സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയത്. എന്നാൽ ഇതിൻ്റെ അടുത്ത് നമുക്ക് വർക്കുണ്ടായിരുന്നു, പക്ഷെ അന്നും കയറാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് കിട്ടി. അപ്പോൾ ധന്യ ചിക്കൻ ബിരിയാണിയാണ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്, കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പത്മനാഭപുരം പാലസിലോട്ട് കയറി. ഈ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ കൂടുതൽ ഷൂട്ട് ചെയ്ത് ഇവിടെ തന്നെയായിരുന്നു. അത് മാത്രമല്ല ഹിസ് ഹൈനസ് അബ്ദുള്ള, അങ്ങനെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അന്ന് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് വരണം, വന്ന് കാണണം എന്നൊക്കെ. ഒരുപാട് പേര് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പത്മനാഭപുരം പാലസ് കാണാൻ പോയി എന്ന് പറയുമ്പോഴത്തേക്കും അത്ഭുതം മാത്രമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് വിടൂലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് ദൂരെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം ദൂരെ എന്നുള്ളൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ആ ഒരു കുന്നും മലയും കൂടെ നല്ല അടിപൊളിയായിട്ടൊരു റിവ്യൂ ആണ് കേട്ടോ അത്. പിന്നെ നമുക്കവിടെ ടിക്കറ്റ് എടുക്കണം, കുട്ടികൾക്കാണെങ്കിലും അഡൾട്ടിനാണെങ്കിലും ടിക്കറ്റുകളൊക്കെ എടുക്കണം. പിന്നെ ചെരുപ്പ് ഇട്ടുകൊണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ചെരുപ്പ് ഒരു ഡ്രോയിലായിട്ട് കൊടുത്ത് ഇവിടെ കൊടുത്തിട്ടേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ചെരുപ്പിട്ട് അകത്ത് കയറാൻ സമ്മതിക്കത്തില്ല, കാരണം അവിടെ ചീത്തയായി പോവും, പൊടിയും അഴുക്കൊക്കെ വരും എന്നുദ്ദേശിച്ച് തന്നെ ആയിരിക്കണം. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഉള്ളൊരു കാര്യം, നമുക്ക് ആണെങ്കിൽ, അതായത് ഈ കേരളത്തിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 50 രൂപ എങ്ങാണ്ടേ ഉള്ളൂ അഡൾട്ടിന്. പക്ഷേ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 100 ആണെന്ന് തോന്നുന്നു. അവിടെ പേയ്മെൻറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഫോറിനേഴ്സിനും നമുക്കും എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ ഗൈഡുകളുണ്ടാവും. അവർക്ക് കുറച്ച് ചെറിയൊരു പേയ്മെൻറ്റ് എന്തോ കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ അവർ ചുറ്റി കറങ്ങി കാണിച്ചു തരും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേര് വെച്ചിട്ട് എനിക്ക് ഒരുപാട് ട്രോളുകൾ കിട്ടിയിട്ടുണ്ട്. അത് മണിച്ചിത്രത്താഴ് സിനിമയിൽ നിന്നാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. കൂടുതലും നല്ല അതിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നാഗവല്ലി, നകുലൻ, അപ്പോൾ ഇതൊക്കെ ഇത്രയും കണ്ടിട്ട് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ടു കേട്ടോ, ചുമ്മാ ഒരു രസത്തിന്. അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇവിടെ നമുക്കിപ്പോൾ ഗൈഡ് ഇല്ലയെന്നുണ്ടെങ്കിലും ഓരോ മുറികളിലും ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്. രാജാവ് ഉപയോഗിച്ചിരുന്ന മുറികൾ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന, അത്താഴം കഴിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഓരോരോ ആൾക്കാർ നിൽപ്പുണ്ടേ, അവരതൊക്കെ പറഞ്ഞു തരികയും ചെയ്യും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ ഒന്നിലും നമ്മൾ തൊടാൻ പാടില്ല, അത് വേറൊരു കാര്യം. ഒന്നും നശിപ്പിക്കാൻ പാടില്ല, കാരണം ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു കൊട്ടാരമാണ്. അപ്പോൾ അവരത് അത്രയും കെയറോടുകൂടിയാണ് നോക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരു ചെടികളിലും തൊടാൻ പാടില്ല. അവരിപ്പോഴും അത് നല്ല രീതിയിൽ മുന്നോട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു കൗതുകമേ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി തിരിച്ചിനി നേരെ കന്യാകുമാരിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പം ലേറ്റായിപ്പോയി. കാരണം ഈ പത്മനാഭപുരം പാലസ് ഒരുപാട് ഏക്കറുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത്രയും സ്ഥലവും ചുറ്റിക്കറങ്ങി കാണുക എന്നുള്ളത് കുറച്ച്, പിന്നെ പോരാത്തിന് 2 മണിക്ക് ഓപ്പൺ ആക്കത്തുള്ളൂ. അപ്പോൾ 5 മണിക്ക് മുമ്പ് നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കണം. 4-4:30 അങ്ങോട്ട് ആയി കേട്ടോ നമ്മൾ എത്തിയപ്പോഴത്തേക്കും. പക്ഷേ അവിടെ കൗണ്ടർ എടുക്കുന്ന സ്ഥലം 4:30 മണി വരെ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് അവിടെ കൗണ്ടർ എടുക്കുന്ന സോറി അതായത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം 4-4:30 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കൗണ്ടറിൽ എത്തണമായിരുന്നു, പക്ഷെ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. പിന്നെ കഴിഞ്ഞ തവണ ട്രിപ്പിന് വന്നപ്പോഴത്തേക്കും ഇവിടുന്ന് നമ്മൾ വർക്കിന് വന്നപ്പോഴത്തേക്കും ഇവിടുന്ന് വസൂട്ടിനൊരു പാവക്കുട്ടിയെ വായിച്ചിട്ടുണ്ടായിരുന്നേ. അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു, 750-800 കൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. റേറ്റ് കുറവായിരുന്നു. നമ്മൾ അവിടെ തിരക്കിയപ്പോൾ 1500-2000 രൂപയാണ് ആ പാവക്കുട്ടി കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ആ പാവക്കുട്ടി എവിടെന്നാന്ന്. കാരണം ബെഡിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആ പാവക്കുട്ടി, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പോൾ ആ പാവക്കുട്ടി നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മളിവിടെ എത്തി. വസൂട്ട് ഇച്ചിരി ഉറക്കത്തിലൊക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ചുണർത്തി. അപ്പോൾ വസൂട്ടിൻ്റെ ചെരുപ്പ്, അതായത് ഷൂ നനഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കടലിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അത്രയും മണലടിച്ച്
അത്ര ഇല്ലാതെ ആയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വണ്ടിയിൽ കിടക്കുകയാണ്. അപ്പോൾ അവന് നടന്നിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയായിരുന്നേ. അവന് മാത്രമല്ല എല്ലാവരും ഷൂ കണ്ടേക്കാണ് ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദർശനും കുട്ടൂനും ഒക്കെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ചിട്ടാണ് നമ്മൾ പിന്നെ നടന്നത് കേട്ടോ. കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. കന്യാകുമാരിയിൽ പോയിട്ടുള്ളവർക്ക് അറിയണമെങ്കിൽ അറിയാമായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നല്ല കാറ്റാണ്. കാറ്റെന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ അടിപൊളി കാറ്റായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇവിടെയല്ല, കുറച്ചും കൂടെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും, അതായത് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തോട്ട് പോകുമ്പം നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കാറ്റ് വരും. നമ്മളെയും കൂടെ കൊണ്ടുപോകുന്ന കണക്കാണ് നമുക്ക് തോന്നുന്നത്. നമുക്കിവിടെ വരുമ്പോൾ അറിയാമായിരിക്കും ഒരുപാട് സ്റ്റാളുകളുണ്ട്. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആലോചിച്ചാൽ ഞാൻ ഒന്നും വാങ്ങിച്ചില്ലല്ലോ, അതൊന്നും ഞാൻ വാങ്ങിക്കാത്തതെന്ന്. ബസ്സൂട്ടന് എന്തോ ഒരു ശംഖ് പോലത്തെ എന്തോ വാങ്ങിച്ചു, അല്ലാതെ പൊതുവേ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ധന്യൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്വീറ്റ്സൊക്കെ എങ്കിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നടന്നത് വെച്ചാൽ അറിയത്തില്ല കേട്ടോ. ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും വിട്ടുപോകുന്നത്. നമ്മളൊരു വ്ളോഗൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഒരു യാത്ര പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് നിൽക്കണം ആരെങ്കിലും. അതല്ലാത്ത പക്ഷം നമുക്ക് വലിയ പാടാണ് കേട്ടോ. എൻജോയ് ചെയ്യാൻ അത്രയ്ക്ക് നന്നായിട്ട് വേണ്ടി പറ്റാറില്ല. മൊബൈൽ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് എൻജോയ്മെൻറ്റ് നടക്കത്തുള്ളൂ. പിന്നെ നിങ്ങളെയൊക്കെ എനിക്ക് എങ്ങനെ ഈ വീഡിയോസൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പറ്റും? ഇവിടെ കയറണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ നൈറ്റ് വ്യൂ എൻ്റെ പൊന്നേ അസാധ്യം, ഒന്നും പറയാനില്ല. അടിപൊളിയാണ് നൈറ്റ് വ്യൂ. ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും കാറ്റ് നന്നായിട്ട് കിട്ടുന്നത് കേട്ടോ. നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കാറ്റുകളായിരുന്നു. നമ്മൾ ഈ ഞാൻ ട്രെയിനിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെ പൈസ പിരിക്കുന്ന ഒരു രീതികൾ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ലൈവായിട്ട് കേട്ടപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ. പക്ഷേ കണ്ണണ്ണനെയാണ് പിടിച്ചത്. കണ്ണണ്ണനെ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ. പിന്നെ ധന്യ വലിച്ചെടുത്തോണ്ടൊക്കെ വന്ന് നമ്മളത് ഭയങ്കര ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു. ഇവിടെ അടി നടക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ പല രീതിയിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ എന്തോ കാര്യത്തിൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി വഴക്കായതാണ്. കാറ്റ് ഇവിടെ ഇത്തിരി കുറഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ചായയും അവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. വലിയ ഹോട്ടലാണ്, ചെറിയ തട്ടടക്കമൊന്നുമല്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചായയും സ്നാക്സുമാണ് അവിടെ കൊടുക്കുന്നത്. കുറച്ച് ക്ലീൻ ആണെന്ന് നമുക്ക് തോന്നി. അവിടെ നിന്ന് വസൂട്ടന് കോളിഫ്ലവറിൻ്റെ പക്കാവട വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വാങ്ങിച്ചു. 50 രൂപ കണ്ടാണെന്ന് തോന്നുന്നു ഒരു പേക്ക് അങ്ങനെ കണ്ടാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കണേക്കാളും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതും ചമ്മന്തിയായിട്ട് കൂടെ കഴിക്കും. കന്യാകുമാരി എന്ന് കേട്ടപ്പം നെറ്റി ഒന്ന് ചുളുങ്ങിയേ. പക്ഷേ നമ്മൾ ആ ഒരു യാത്ര പോകുന്ന ആൾക്കാർ കൂടെ, അല്ലെങ്കിൽ വൈബുള്ള ആൾക്കാരോട് വന്നപ്പോഴത്തേക്ക് ആ യാത്രയുടെ ഗതിയെ അങ്ങ് മാറി. അടിപൊളി സൂപ്പർ യാത്രയായിരുന്നേ. അങ്ങനെ അത്രയും ദൂരം നമ്മളൊക്കെ നടന്നു എങ്കിലും ആ നടന്നതൊക്കെ എത്ര ദൂരം നടന്നാലും ശരി, നമുക്ക് ആ നടന്ന ദൂരമൊന്നും അല്ലാത്ത കണക്ക് തോന്നിയേ. നല്ല എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും തമാശയൊക്കെ പറഞ്ഞ് സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ചായയും കടിയും കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ പാർക്കുണ്ട്. അപ്പോൾ പാർക്കിൽ കയറണം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കണം എന്നൊക്കെ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ നമ്മൾ പാർക്കിലോട്ടാണ് പോകുന്നത്. പാർക്കിലോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് പോയി കേട്ടോ. എന്നിട്ട് കുട്ടികളെല്ലാവരും പാർക്കിലോട്ട് കയറി. ഞാൻ പാർക്കിൻ്റെ വാതിൽക്ക് അവിടെ നിന്നപ്പോൾ തന്നെ പറഞ്ഞ് നീ കൂടെ അങ്ങനെ അകത്തോട്ട് കയറി, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയോളെ. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാണ് കണ്ടത് കേട്ടോ. ആ പാർക്കിൽ ഞാൻ 1 മണിക്കൂർ അവിടെ പോസ്റ്റ് അടിച്ചു. അയ്യോ 2 നൈസായി പിള്ളേര്
പേര് പറയും എന്തിനാണെന്നറിയാമോ? മുതുക്ക് കൂത്താണ്. ഞാൻ പറഞ്ഞില്ല ഈ വഴിയാണ് പറഞ്ഞത്. ഇഷ്ടമുള്ളത് എടുക്കാം, ഫ്രീ ആണ്. ഇതൊക്കെ ചെറിയൊരു തമാശ. നമ്മൾ ഇതൊന്നും പറഞ്ഞാലും പൊട്ടലോ ചീറ്റലോ ഒന്നും പറ്റിയിരുന്നില്ല കേട്ടോ. പിന്നെ നൈറ്റൊക്കെ ആയി, സമയം പോണതേ അറിയുന്നില്ല. എത്ര പെട്ടെന്ന് ആ സമയം പോയത്, രാത്രിയായി കേട്ടോ. എന്നാലും നമ്മൾ അവിടുത്തെ ചുറ്റിക്കറങ്ങി, ഞാനൊക്കെ ഇത് 2ാമത്തെ റൗണ്ടാണ് അവിടെ ഫുൾ അത്രയും കറങ്ങുന്നത് കേട്ടോ. അവിടെ അത്രയും കണ്ട് പിന്നെ നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് പോവേണേ. ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞാനൊക്കെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു, വാടിക്കുഴങ്ങി ഏതാണ്ട് ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനൊക്കെ ആയി. ഒരുപാട് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളുണ്ട്. നമ്മൾ ടൈം എടുത്ത് വെയിറ്റ് ചെയ്ത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും, ഉറപ്പാണ്. ഞാനും വസൂട്ടിനും അവിടെ നിന്ന് പതുക്കെ നടന്നു വന്നേ. പിന്നെ നമ്മളെ കൂട്ടമൊക്കെ തെറ്റി. പിന്നെ എവിടെ പോയി എന്നറിയാൻ വയ്യ. കുറേ ടീംസുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റായി പോയി കേട്ടോ. ധന്യൊക്കെ എവിടെയാണെന്ന് അറിയാൻ വയ്യായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് തന്നെ പോവാം, അവിടെ എല്ലാവരും എത്തിക്കാണോന്ന്. ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഞാനും വസൂട്ടിനും മാത്രമായിരുന്നു കേട്ടോ ഫസ്റ്റ് എത്തിയിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ചു. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നേരെ വീട്ടിലോട്ട് പോകാൻ. ഇപ്പോൾ സമയം ഒരു 8-8:30 മണിയായിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും വാഷ്റൂമിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. വാഷ്റൂമിലൊക്കെ പോയി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത്. കാരണം നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും ഫുഡ് കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. അതിൽ പേടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രി എനിക്ക് ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ ഇനി എനിക്ക് ഫുഡ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ്, അതായത് എനിക്ക് ഫുഡ് പിടിക്കാതെ വരുമോ, അല്ലെങ്കിൽ പണ്ടൊരിക്കൽ വീണതല്ലേ, ഐസിയുയിൽ പോയി വീണ് കിടന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ ഫുഡ് സേഫ്റ്റി ആണോ, അല്ലെങ്കിൽ ഈ ഫുഡ് ഓക്കെ ആണോ, വൃത്തിയൊക്കെ ഉള്ള കടയാണോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ ഫുഡൊക്കെ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അകത്ത് കയറിയൊന്നും നമ്മൾ കണ്ടില്ല, കാരണം വലിയൊരു ഹോട്ടലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ട് അവർ ഓരോരുത്തരും പറയുന്ന രീതിക്കനുസരിച്ച് സോസും അതും ഇതൊക്കെ ചേർത്ത് തരുന്നതായിരിക്കാം. പക്ഷേ എന്തായിട്ടും ഒരു 50 ഡിഷസ് എങ്കിലും അവിടെ ഉണ്ടായിരുന്നേ. എന്ത് പറഞ്ഞാലും അവിടെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഹോട്ടലായിരുന്നേ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു ഹോട്ടലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ. എനിക്കതിൻ്റെ പേരറിയത്തില്ല. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുഞ്ഞൊരു പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയും കിടന്ന് മറിയണമെന്നും പറയുന്നത് വസിട്ടും ബഹളമായിരുന്നു. പിന്നെ വസൂട്ടിൻ്റെ അടുത്ത് പറഞ്ഞ് റെഡിയാക്കി ആഹാരമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം പോയി കളിച്ചിട്ടൊക്കെ വന്നോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൺസെഷനൊക്കെ കൊടുത്തിട്ടാണ് ആളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിരുന്നത്. പിന്നെ ഒരു കോമഡി ഉണ്ടായിരുന്നു. നമ്മളൊരു ലൈമ് പറഞ്ഞ് ഒരുപാട് ലൈമ് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ലൈമ് പറഞ്ഞ് അവർ കൊണ്ടുവന്ന് തന്നു. പക്ഷേ അതിൻ്റെ പേരെന്തോ ആയിരുന്നു, എനിക്കറിയത്തില്ല. യഥാർത്ഥത്തിൽ മോരിൽ പഞ്ചസാര ഇട്ട് പതപ്പിച്ചെന്തോ കൊണ്ടുവന്ന് തന്നു. ഞാനും അമ്മയും കൂടെയാണ് കുടിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കുടിച്ചു, കാരണം ഞാനാണ് ഓർഡർ ചെയ്തിരുന്നത്. ഞാനങ്ങനെ കുടിച്ച് എൻ്റെ പൊന്നി ഒരുമാതിരിയായിപ്പോയി. വയറും വീർത്തു പോയി. ഞാൻ പിന്നെ ഛർദ്ദിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വയറിളവിച്ചാവോ എന്നൊക്കെ പേടിച്ചു പോയി. വലിയ രീതിയിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 1 ഡേ ട്രിപ്പ്. സത്യം പറയാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. നമുക്ക് വൈബുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ യാത്ര പോകണം. ആ ഒരു യാത്രയായിരിക്കും എക്കാലവും എപ്പോഴും ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.